ഹലോ, നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പിലാണ്. ധർമ്മശാലക്കടുത്തുള്ള മാങ്ങാട്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. നീലിയാർ കോട്ടത്തിലാണ്. ഇതാണ് നീലിയാർ കോട്ടത്തിൻ്റെ കവാടം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാങ്ങാട്ടുപറമ്പിനടുത്തുള്ള ക്യാമ്പസിൻ്റെ അടുത്താണ് നീലിയാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററും പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പായ ധർമ്മശാലയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററും അകലെയാണ് നീലിയാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നീലിയാർ കോട്ട എന്ന് പറയുന്നത് കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു ദൈവരൂപമായ നീലിയുടെ തെയ്യക്കോലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അതായത് വർഷത്തിൽ എല്ലാ ദിവസവും നേർച്ചയുള്ളപ്പോഴൊക്കെ തെയ്യം കെട്ടിയാടാറുള്ള നീലിയാർ കോട്ടമാണ് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന നീലിയാർ കോട്ടം. അപ്പോൾ നീലിയാർ കോട്ടത്തിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലാസ്റ്റ് പോയിൻറ്റ്. 20 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു വലിയ കാവാണ് നീലിയാർ കോട്ടം. 200-ലധികം പൂവിടുന്ന സസ്യങ്ങളും 100-ലധികം പൂമ്പാറ്റകളും അതിൽ തന്നെ സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരി, ചുട്ടിമയൂരി, പുള്ളിവാലൻ, പിന്നെ ഒത്തിരി പക്ഷികളും വസിക്കുന്നു. കുലാല സമുദായത്തിൽപ്പെട്ട ചെറിയ വീട് തറവാട് വകയുള്ള ഒരു ക്ഷേത്രമാണ് നീലിയാർ കോട്ടം. അവരുടെ കുടുംബ ട്രസ്റ്റാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. അന്തിപകലീശ്വരി എന്നും കോലം തികഞ്ഞ മാതാവ് എന്നും അറിയപ്പെടുന്നു. അന്തിപകലീശ്വരി എന്ന് പറയുന്നത് രാവും പകലും അല്ലാത്ത സമയത്ത്, അതായത് ത്രിസന്ധ്യ നേരത്താണ് തെയ്യത്തിൻ്റെ പുറപ്പാട്. അതുകൊണ്ടാണ് അന്തിപകലീശ്വരി എന്ന് പറയുന്നത്. പിന്നെ കോലം തികഞ്ഞ മാതാവ് എന്ന് പറയാൻ കാരണം, സാധാരണ തെയ്യങ്ങൾ ആടയാഭരണങ്ങളും ഉടയും അണിഞ്ഞ് തിരുമുറ്റത്ത് ചെന്നാണ് മുടി വെക്കുന്നത്. എന്നാൽ നീലിക്കോലം അമ്മയുടെ തിരുമുറ്റത്ത് വരുന്നത് തന്നെ മുടിയും വെച്ച് വാളോടുകൂടിയാണ്. ഈ കെട്ടിടത്തിൽ വെച്ചാണ് മുഖത്തെഴുത്തും അമ്മയുടെ മുടിയുടെ മിനുക്കുപണിയും ഒക്കെ ചെയ്യുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ തെയ്യക്കോലം കെട്ടിയാടാറുള്ളത് കൊണ്ട് തന്നെ മഴയുള്ളപ്പോഴൊക്കെ മുഖത്തെഴുത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സൗകര്യം ഒരുക്കിയത്. ഇതാണ് നീലിയാർ കോട്ടത്തിൻ്റെ തിരുമുറ്റം. ഇവിടെ വെച്ചാണ് അമ്മയുടെ തെയ്യക്കോലം കെട്ടിയാടാറുള്ളത്. തിരുമുറ്റത്ത് നിന്നും കുറച്ച് അകലെയാണ് അമ്മയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി വേണം നമുക്ക് ആ ക്ഷേത്രത്തിലോട്ട് പോകാൻ. ഇതാണ് നീലിയാർ കോട്ടത്തിലെ ക്ഷേത്രം. ക്ഷേത്രത്തിന് അരികിൽ കൂടിയുള്ള ഈ നടവഴി ചെന്നെത്തുന്നത് നീലിയാർ കോട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നരിമടയിലോട്ടാണ്. നീലിയാർ കോട്ടവും നരിമടയും തമ്മിൽ എങ്ങനെ ബന്ധം ഉണ്ടായി എന്ന് പറയുന്നത്, കാളകാട്ടില്ലത്ത് തന്ത്രിയാണ് നീലിയെ തളച്ചത്. നീലിയെ തളക്കുന്നതിന് നീലി ഒരു ഉപാധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ചു മേയുന്ന ഒരു പ്രദേശത്ത് തന്നെ തളക്കണം എന്നാണ് നീലിയുടെ ആഗ്രഹം. ആ ഉപാധി അനുസരിച്ച് നീലിയെ കാളകാട്ട് തന്ത്രി കൂട്ടിക്കൊണ്ടുവരുന്ന വേളയിൽ വളപുട്ടണും പുഴയും കടന്ന് മാങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് നരിയും പശുവും ഒന്നിച്ചു മേയുന്ന ഒരു പ്രദേശം കണ്ടു. അവിടെയാണ് നീലിയെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ നീലി നീലിയാർ ഭഗവതിയായി, കോട്ടത്തമ്മയായി. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് നീലി കോലം കെട്ടാറുള്ളത്. ഏകദേശം 5:30 തെയ്യം കെട്ടാൻ തുടങ്ങുന്നത്. കണ്ണൂർ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണിയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിന് ഇരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത്. ജാതിയിൽ താഴ്ന്നവളായ ഒരു പെണ്ണ് പുരാണങ്ങളും വേദങ്ങളും പഠിച്ചത് രാജാവിൻ്റെ കിങ്കരന്മാർക്ക് അത്ര ബോധിച്ചില്ല. അവർ അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കി കൊട്ടിയൂരിലെ മണത്തണിയിൽ അവളെ വകവരുത്തി. അങ്ങനെ നീലി മരണപ്പെട്ടതിന് ശേഷം രാത്രികളിൽ
കൊട്ടിയൂർ വനാന്തരങ്ങളിൽ ഒരു പെണ്ണിൻ്റെ പാട്ട് കേട്ടു തുടങ്ങി. വെള്ളസാരിയിൽ ആ പെണ്ണിനെ പലരും കണ്ടു പേടിച്ചു. നീലി ഒരു യക്ഷിയായി മാറി. നദിയിൽ കുളിക്കാൻ വരുന്നവർക്ക് അവൾ എണ്ണയും താളിയും നീട്ടി. അത് വാങ്ങുന്നവരെ അവർ കഴുത്തിന് കടിച്ചു ചോര കുടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കൊട്ടിയൂർ അമ്പലത്തിൽ തൊഴാൻ വന്ന കാളകാട്ട് തന്ത്രി നദിയിൽ കുളിക്കാൻ ചെന്നപ്പോൾ ദണ്ടും കുടയും കരയിൽ വെച്ച് കുളിക്കാൻ ഇറങ്ങവേ നീലി തന്ത്രിക്ക് നേരെ എണ്ണയും താളിയും നീട്ടി. എൻ്റെ അമ്മ തന്ന അമൃതാണ് എന്ന് പറഞ്ഞ് എണ്ണയും താളിയും തന്ത്രി പാനം ചെയ്തു. കാളകാട്ട് തന്ത്രിയുടെ നാവിൽ നിന്നും അമ്മ എന്ന വാക്ക് വീണപ്പോൾ അവളുടെ മാതാപിതാക്കളെ അവൾക്ക് ഓർമ്മ വരികയും അവൾ തന്ത്രിയെ കൊല്ലാതെ വിടുകയും ചെയ്യും. അങ്ങനെ ആ ദേശവും അവിടുത്തെ കാടും വിറപ്പിച്ച നീലി അമ്മയായി, നീലിയാർ അമ്മ. നീലി അങ്ങനെ തന്ത്രിയുടെ കൂടെ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു. വളവട്ടണം പുഴയും കടന്ന് മാങ്ങാട്ടുപറമ്പിലെ ഈ പ്രദേശത്ത് കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ചു മേയുന്ന ഈ പ്രദേശത്ത് നീലിയുടെ ആഗ്രഹം മനസ്സിലാക്കി നീലിയെ ആ കാവിലെ ഒരു മരത്തിൽ ആണിയടിച്ച് പ്രതിഷ്ഠിച്ചു. അങ്ങനെ നീലി നീലിയാർ ഭഗവതിയായി, കോട്ടത്തമ്മയായി. സാധാരണ തെയ്യക്കോലങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒത്തിരി വാദ്യങ്ങളൊന്നും ഈ തെയ്യക്കോലത്തിന് ഉപയോഗിക്കാറില്ല. ഒരു ചെണ്ടയും പിന്നെ ഒരു ചെറുമംഗലവുമാണ് ഈ തെയ്യക്കോലത്തിന് വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ ഇവിടെ തെയ്യക്കോലം കെട്ടാറില്ല. അതുപോലെ തന്നെ കർക്കിടകം 2 മുതൽ 16 വരെയും ഇവിടെ തെയ്യക്കോലം കെട്ടാറില്ല. കാരണം ആ ദിവസങ്ങളിൽ അമ്മയുടെ ആരൂഢ സ്ഥാനമായ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലായിരിക്കും വസിക്കുന്നത് എന്നുള്ള ഐതിഹ്യം ഉള്ളതുകൊണ്ടാണ്.
സർവ്വതുണ്ട വെഞ്ചിരിപ്പി അമ്മ വസിക്കുന്ന സ്ഥലം എന്റെ കാണാൻ പറഞ്ഞല്ലേ ഈ കണ്ടു